മയക്കുമരുന്ന് എന്ന് പറഞ്ഞ ഈ സംവിധാനം കേരളത്തിലേക്ക് കൊണ്ടുവരാനുള്ള സാഹചര്യം മയക്കുമരുന്നിന് മുന്നിൽ ഭീകരവാദവുമുണ്ട്. ഭീകരവാദത്തിന്റെ മറവിലാണ് മയക്കുമരുന്ന് വേട്ട നടക്കുന്നത്. കാരണം ഏതാണ്ട് 10 കൊല്ലത്തിന് ശേഷമായി ഇന്ത്യയിൽ നരേന്ദ്രമോദി ഗവൺമെന്റ് അധികാരത്തിൽ വന്ന് ഇന്ന് ഭീകരവാദികൾക്ക്, തീവ്രവാദികൾക്ക് ഇന്ത്യയിലും കേരളത്തിലും ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരു സ്ഥിതിവിശേഷം ഇന്ന് കേരളത്തിലുണ്ട്, എല്ലാ പ്രദേശത്തുമുണ്ട്. അപ്പോൾ ഭാരതീയ ജനതാ പാർട്ടിയുടെ പാലക്കാട് ജില്ലാ സെക്രട്ടറി ശ്രീ സതീഷ് കുമാർ, ഭാരതീയ ജനതാ പാർട്ടിയുടെ കപ്പൂർ മണ്ഡലത്തിന്റെ ജനറൽ സെക്രട്ടറിമാരായിട്ടുള്ള ശ്രീ കെ നാരായണൻകുട്ടി, ശ്രീ രതീഷ് കന്നർകോട്, ഇവിടെ പട്ടിത്തറ ഏരിയയുടെ പ്രസിഡന്റ് ശ്രീ മിഥുൻ, കക്കാട്ടി ഏരിയ പ്രസിഡന്റ് ശ്രീ രാജേഷ്, ലിജിത്ത് ഉൾപ്പെടെ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള മണ്ഡലത്തിന്റെ വൈസ് പ്രസിഡന്റ് ശ്രീ വിഷ്ണു, സുധീഷ് കുറുപ്പത് ഉൾപ്പെടെയുള്ള എന്റെ സഹപ്രവർത്തക സഹോദരങ്ങളെ, ഞങ്ങളുടെ ശബ്ദം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന ആലൂരിലെ നല്ലവരായ ജനാധിപത്യ വിശ്വാസികൾ, ആലൂർ സെന്ററിൽ സംഘടിപ്പിച്ചിട്ടുള്ള ഈ നൈറ്റ് മാർച്ചിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് ഭാരതീയ ജനതാ പാർട്ടിയുടെ പാലക്കാട് ജില്ലയുടെ സമാരാധനായിട്ടുള്ള സെക്രട്ടറി ശ്രീ സതീഷ് ഏട്ടൻ വളരെ വിശദമായിട്ട് പറയുകയുണ്ടായി. നമ്മുടെ നാടിനെ സംബന്ധിച്ച് ദൈവത്തിന്റെ സ്വന്തം നാട് എന്ന് അവകാശപ്പെടുന്ന ഈ കേരളക്കര ഇന്ന് ഒരു അഗ്നിപർവ്വതത്തിന്റെ മുകളിലാണ് നിൽക്കുന്നത് എന്ന് എനിക്കും നിങ്ങൾക്കും വളരെ വ്യക്തമായിട്ട് അറിയാം. ലഹരി മാഫിയയുടെ പിടിയിലായി പിഞ്ചു കുഞ്ഞുങ്ങൾക്ക് മുതൽ ഇവിടെ തെരുവിലിറങ്ങി നടക്കാൻ പറ്റാത്ത സാഹചര്യത്തിലേക്ക് ഈ കേരളത്തിന്റെ പൊതുസമൂഹം മാറിയിട്ട് അധിക കാലമായിട്ടില്ല എന്ന് നമ്മൾ ഓർക്കേണ്ടതാണ്. നേരത്തെ സതീശേട്ടൻ സൂചിപ്പിച്ചതുപോലെ ഇതിന്റെ ഉത്തരവാദി എന്ന് പറയുന്നത് ഈ കേരളം ഭരിക്കുന്ന ഗവൺമെന്റ് അല്ലാതെ മറ്റാരാണ് എന്നാണ് ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത്. പിണറായി വിജയൻ സർക്കാർ, പിണറായി വിജയൻ തന്നെ ആകുമ്പോ ഇവിടെ ലഹരി മാഫിയകൾക്ക് വളരെ തയ്യാറാനുള്ള അവസരം ഉണ്ടാക്കി കൊടുത്തിരിക്കുകയാണ്. ലഹരി മാഫിയ